വെള്ളക്കെട്ട് നീക്കം ചെയ്യുവാൻ പണമില്ലെന്ന് പഞ്ചായത്ത്. ദുരിതബാധിതർ സ്വന്തം ചെലവിൽ പൊഴി മുറിച്ചു മാറ്റി വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടു. പുറക്കാട് പഞ്ചായത്ത് 1-ാം വാർഡ് കരൂർ തീരദേശത്താണ് വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങുവാൻ കഴിയാതിരുന്ന നാട്ടുകാർ പണം സമാഹരിച്ച് തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കണ്ടത്. വർഷം കൊണ്ട് ഇത് തന്നെ ഈ റോഡ് ഇട്ട് ഞങ്ങൾക്ക് ഇത് തന്നെ ഉള്ള കുഞ്ഞും കുന്നും ഈ വാതുക്കലോട്ടാണ് എല്ലാം അടിഞ്ഞു കയറി വരുന്നത്. കുഞ്ഞുങ്ങൾ 2 ഉണ്ട്, 2 വളരെ കൊച്ചു ഓടിക്കുച്ചുന്നത്. ഇവിടെ മുൻകാലങ്ങളിലും വെള്ളം പൊങ്ങാറുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന റോഡ് 6 മാസം മുൻപ് കോൺക്രീറ്റ് ചെയ്ത് പൊക്കിയതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ഈ പ്രദേശമാകെ വെള്ളക്കെട്ടിലായി. വർഷം തോറും എല്ലാ വർഷത്തിലും ഈ വെള്ളപ്പൊക്കമാണ്. ഇവിടെ ഓട കെട്ടുന്ന കാര്യങ്ങൾ, റോഡ് പണിയൊക്കെ പോലും ഒരു ഓട കെട്ടുന്ന കാര്യം പറഞ്ഞിട്ട് ഈ വെള്ളം എങ്ങോട്ടും പോകത്തില്ല. ഈ വീടെല്ലാം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വീടെല്ലാം മുങ്ങിപ്പോകും. ഇപ്പൊ ജനങ്ങൾ പിരിവിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്ത് JCB കൊണ്ടുവന്ന് മണ്ണ് മാന്തി ഈ വെള്ളം ഒഴുക്കി. പ്രദേശവാസികളുടെ ഏക ഉപജീവന മാർഗമായ നിരവധി ചെമ്മീൻ പീലിംഗ് ഷെഡുകളും വെള്ളത്തിലായതോടെ ഇവർ പട്ടിണിയിലായി. കനത്ത മഴയെ തുടർന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ വന്നതോടെയാണ് സമീപത്തെ പൊഴി മുറിച്ച് വെള്ളക്കെട്ടിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിനെ സമീപിച്ചത്. എന്നാൽ പൊഴി മുറിക്കുവാൻ പണമില്ലെന്നായിരുന്നു പഞ്ചായത്ത് നിലപാട്. ഇതോടെയാണ് ദുരിതബാധിതരായ ഇവർ സ്വന്തം ചെലവിൽ പൊഴി മുറിച്ച് വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടത്. ഇപ്പൊ ഞങ്ങൾ നാട്ടുകാരെല്ലാം നമ്മൾ പടിഞ്ഞാറ് കിടക്കുന്നവർ തിരിപിടിച്ച് JCB വിളിച്ച് പൊട്ടിച്ച്. ആദ്യം പിള്ളേരെല്ലാരും കൂടെ വന്നു, അവർ കൊച്ചുങ്ങളെല്ലാരും കൂടെ വന്നു പൊട്ടിച്ചിട്ട് പൊഴി മുറിഞ്ഞില്ല. അവർ അവശതയായതല്ലാണ്ട് പൊഴി മുറിഞ്ഞില്ല. പിന്നെ ഞങ്ങളെല്ലാവരും പാവപ്പെട്ടവരും എല്ലാവരും കൂടി 200, 100, 50, 300 അങ്ങനെ എല്ലാവരും കണക്കാക്കി ആ പൊഴി മുറിച്ച് ഇത്ര എടുത്തു. ഈ പൊഴി മുറിച്ചിട്ട് ഞങ്ങളെ വന്ന് അന്വേഷിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായില്ല. ഞങ്ങൾ വോട്ടിനല്ലാതെ വോട്ട് വന്ന് ചോദിച്ച് അവർ പോകും. അത് കഴിഞ്ഞാൽ ഞങ്ങളെ ആരും തിരക്കാറില്ല. ഇത് വോട്ടിന് മുൻപാണെന്നുണ്ടെങ്കിൽ ആളെല്ലാവരും വന്നേനെ. പറഞ്ഞപ്പോൾ പറയുന്നു പടിഞ്ഞാറായത് കാരണം നിർവാഹമില്ല. മത്സ്യത്തൊഴിലാളികളായ ഇവർക്ക് പുനർഗേഹം പദ്ധതിയിൽ സ്വന്തം സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുവാനായി 10 ലക്ഷം രൂപ സർക്കാർ നൽകിയിരുന്നു. എന്നാൽ ഈ പണം ഉപയോഗിച്ച് എങ്ങനെ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ അവര് തന്നു. അത് ഞങ്ങൾ മാറണമെന്നും പറയണേ. 10 ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾക്ക് വല്ലതും നേടുക. ഈ കടപ്പുറത്ത് കിടന്ന് അനുഭവിക്കുന്നതിന് ഒരു ഇതുമില്ല അവർക്കാർക്കും. ഈ 10 ലക്ഷം രൂപ തന്ന കഥ പറയുന്നു. ഞങ്ങൾ ഈ കിഴക്കമ്മലയിൽ എങ്ങനെയല്ലേ ഈ കടപ്പുറ ജോലിക്കാർ? ഞങ്ങളത് മേടിച്ച്, പക്ഷെ മേടിച്ചിട്ട് അതും പെരുവഴിയിൽ കിടക്കുന്ന, ഇതും പെരുവഴിയിലായി. ഞങ്ങൾക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ ഒരു മാർഗവും ഇല്ല. 10 ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയതിനാൽ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന തങ്ങളെ സർക്കാർ അവഗണിക്കുകയാണെന്നാണ് ഈ ദുരിതബാധിതരുടെ പരാതി. 8 ലക്ഷം രൂപ കരണ്ടും എഴുത്ത് ഫീസും ഭൂമി എടുത്തതെല്ലാം കൂടി പിന്നെ 2 ലക്ഷം കൊണ്ട് എന്ത് തിരഞ്ഞെടുക്കാനുണ്ട്? ഞങ്ങളെന്ത് ചെയ്യണം? ഒന്നില്ല, ഞങ്ങളെല്ലാവരും കൂടെ കടലിച്ച് അടിച്ചാവും. അതെ ഞങ്ങൾക്ക് നിർവാഹവും.